ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഫേസ് മസാജിങ് ഓയിൽ, അതായത് ഫേസ് തന്നെയല്ല ബോഡി മസാജിങ് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് 5 ലിറ്റർ വെളിച്ചെണ്ണ, ഞാൻ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ ഒഴിക്കണ കാണിച്ചു തരാം. ഇതല്ല, ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമഞ്ഞളാണ് കേട്ടോ. ഇത് റോസാപ്പൂവാണ് കേട്ടോ. ഇനി ഇത് ഇരട്ടി മധുരം, അതുപോലെ കച്ചോലം, പിന്നെ എന്താണ് മഞ്ചിഷ്ട, അതാണ് കേട്ടോ. ഇത് ആവാരം പൂവ്, ആവണക്ക്. ഇത് ദിനേശവല്ലി, അതായത് വേമ്പാല അങ്ങനെയൊക്കെ പറയൂലേ. നമ്മുടെ രാമച്ചോണം. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇനി ഇതെന്താണെന്നറിയാം പറയട്ടെ. ഇത് കസ്തൂരി മഞ്ഞളുണ്ട് ഇതിൽ, ഇരട്ടി മധുരം, ലോദ്ര, ദേവദാരു, രാമച്ചം, ഓറഞ്ച് പൗഡർ, മഞ്ചിഷ്ട, ചന്ദനം, രക്തചന്ദനം, അങ്ങനെ ഒത്തിരി ഒരു 19ഓളം ആയുർവേദ മരുന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചേർക്കണത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ആ പൗഡർ കൊണ്ടുവന്ന് നേരിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യണം. അതുകൊണ്ട് എന്താ ഒരു ഗുണം കിട്ടൂല. എന്താണെന്ന് പറയട്ടെ, ആ പൗഡർ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകുകയുള്ളൂ. അല്ലാതെ ആ പൗഡറിൻ്റെ ഗുണം ആ വെളിച്ചെണ്ണയിൽ എന്തായാലും കിട്ടാൻ പോണില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ, എനിക്ക് ആ വൈദ്യരാണ് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോകില്ല കേട്ടോ. ആ പൊടികളുടെ ഗുണം നമുക്ക് ആ ഒരു മസാജിങ് ഓയിലിൽ കിട്ടും. സാധാരണ നമ്മൾ ഈ ഓയിൽ ചെയ്യുമ്പോഴേ ആ പൊടികൾ അതിൽ കിടന്ന് കരിഞ്ഞ് കിട്ടണ ഒരു ഓയിലായിരിക്കും. പക്ഷേ നമുക്ക് ഇതിൽ ഇപ്പം നമുക്കിതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം ഞാനിതൊക്കെ വെള്ളത്തിൽ കലക്കിയല്ലേ ഇട്ടത്. ഈ വെള്ളം മൊത്തം ഈ വെള്ളം ഇതിലുള്ളത് കൊണ്ട് ഈ ഒരു മസാജിങ് ഓയിൽ ഇത് കിടന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം ആ വെള്ളം വറ്റണ വരെയാണ് നമ്മൾ, എന്ന് വെച്ചാൽ ഒരു പൊട്ടിത്തെറിക്കലുണ്ടല്ലോ, അത് വറ്റണ വരെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. ഈ ഓയിൽ റെഡി ആവണത് ആ ഒരു ടൈം ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നടക്കണത് നല്ല രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത എല്ലാ മരുന്നുകളുടെയും ഔഷധ ഗുണം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിട്ടും. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നമുക്കിവിടെ സ്കിന്നിന് ഇല്ലാതിരിക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ എന്ത് ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടത് മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ.
അല്ലാതെ എന്തുണ്ടാക്കിയാലും അതങ്ങോട്ട് എല്ലാം നമുക്ക് അങ്ങോട്ട് സെയിൽ ചെയ്യാന്നുള്ള രീതിയല്ല ഞാൻ. നമുക്ക് ഏതാണ് റിസൾട്ട് കിട്ടണത്, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണത്, അത് ഞാൻ എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഇത്രയും ആയുർവേദ മരുന്നുകളുടെ ആ ഒരു ഫലം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ എന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങോട്ട് വെളുത്ത് തുടുത്ത് അങ്ങനെ വരുന്നല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും ഉള്ള കളറ് അതൊന്നും അങ്ങോട്ട് ഫെയർ ആവും. അപ്പം നമ്മൾ എല്ലാവരും അങ്ങനെ സുന്ദരിയാവില്ല. ഇപ്പോൾ എനിക്ക് എന്ത് കളറാണോ അതിൽ നിന്ന് ഒന്നുകൂടി ഒന്നങ്ങോട്ട് ഫെയർ ആവുകയും നമ്മുടെ സ്കിന്നിനൊരു തിളക്കവും കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനൊന്ന് സുന്ദരിയാവും. അതുപോലെ ഏത് കളറുള്ളവരായാലും അതിൽ നിന്നൊന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് ഒരു വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സ്കിന്നിനൊക്കെ ഒരു ആരോഗ്യം കിട്ടിയ പോലെ ഒരു ഫീൽ നമുക്കുണ്ടാവും. ചുളിവൊക്കെ കുറഞ്ഞിട്ട് എന്തോ ഒരു പ്രത്യേകത ഫേസിന് ഉണ്ടാവും കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചുളിവുകളൊക്കെ വരാതെ നമുക്ക് സ്കിന്നിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം ഇത് വെളിച്ചെണ്ണ തിളച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഈ ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ മറ്റുള്ള ആയുർവേദ മരുന്നുകളൊക്കെ ആ വൈദ്യനെ എനിക്ക് കറക്റ്റായിട്ട് എടുത്തു തന്നു. പിന്നെ ഞാൻ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എനിക്ക് തോന്നണം ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടാവും തോന്നണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടാണ്. ഇത് കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മായം ചേരാത്തതെല്ലാം ചെയ്താലല്ലേ നമുക്കതിൻ്റെ ആ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഇത് തിളച്ചിട്ടില്ല കേട്ടോ. തിളക്കുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ കുറേ തിളച്ച് ആ പൊട്ടിത്തെറിക്കലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ എണ്ണ അത് കറക്റ്റ് പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അല്ലാതെ ഈ പൊടികൾ വെറുതെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കരിച്ച് അതിൻ്റെ ഒരു ഫലവും ആ എണ്ണയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് അതിൽ കിടന്ന് നമുക്കതിൻ്റെ ആ സത്തെല്ലാം ഇറങ്ങണം. അതിന് വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കണത്. ഒക്കെ എനിക്ക് ആ വൈദ്യൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വന്നത്. നല്ലൊരു സ്മെല്ലാണ്. ആയുർവേദ മരുന്നുകളൊക്കെ ഈ വെളിച്ചെണ്ണ കിടന്ന് തിളക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലുണ്ടല്ലോ. അതിൻ്റെ ഒപ്പം ഈ ആയുർവേദ മരുന്നുകളൊക്കെ കൂടിയായപ്പം ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സ്മെല്ല് ഈ റൂമിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആ ചേർത്ത വെള്ളം കൊണ്ടാണ് അത് ഇങ്ങനെ കിടന്ന് വെട്ടി തിളക്കണത്. ആ വെള്ളം വറ്റി ഇങ്ങനെ പൊട്ടിത്തെറിക്കലൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓയിൽ ശരിയാവും. അപ്പോൾ അധികം നേരം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എണ്ണ ഉദ്ദേശിച്ച കറക്റ്റ് ഇതിൽ കിട്ടില്ല. വെള്ളം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് തിളച്ചിട്ട് നമുക്ക് പിന്നെ സിമ്മിലിട്ടിട്ട് ശരിയാക്കി എടുക്കാം. ഞാൻ തീ കുറച്ചിട്ടേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ പൊടികളൊക്കെ അടിയിൽ ചെന്നിട്ടേ അത് പിന്നെ അവിടെ ഇങ്ങനെ അടിഞ്ഞ് കൂടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കണില്ല കേട്ടോ. അങ്ങനെ കാണിക്കാൻ പോയത് ഒത്തിരി സമയം ഇതിങ്ങനെ വറ്റാനുള്ളൊരു സംഭവമാണ്. അത് ഫുള്ളും കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി അങ്ങോട്ട് ലെങ്താവും. എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് പൊടികളൊക്കെ താഴെ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ചെറിയ തീയിലിരുന്നിട്ട് തന്നെ ഇങ്ങനെ അത് വറ്റി വരണം, അതിലെ വെള്ളത്തിൻ്റെ അംശം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിലും ബീട്രൂട്ടിലും റോസാപ്പൂവിലും അത് തന്നെയല്ല, നമ്മളല്ലാതെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടത്. ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ ചീത്തയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയായി പോകും. നമ്മൾ ഇതിൻ്റെ പാകം കറക്റ്റ് ഇല്ലെങ്കിൽ ചീത്തയായി പോകും. അതാണ് കുഴപ്പം. ഇനി ചെറിയ തീയിലിരുന്നിട്ട് നല്ല രീതിയിലത് തിളക്കട്ടെ.
നമ്മൾ സാധാരണ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കും, ബീട്രൂട്ട് ഓയിൽ ഉണ്ടാക്കും, മഞ്ഞൾ ഓയിൽ ഉണ്ടാക്കും അല്ലേ? അങ്ങനെ ഒത്തിരി ഓയിലുകൾ പലരും ഉണ്ടാക്കിയൊക്കെ സെയിൽ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര അത് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണിത്. ആവശ്യമുള്ളവർ എത്രയും വേഗം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ ബുക്കിംഗ് അനുസരിച്ച് കൂടുതൽ ബുക്കിംഗ് വരികയാണെങ്കിൽ ഞാൻ കൂടുതൽ ഇനിയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് ചീത്തയായി പോകും ഈ ഓയിൽ. ഇതിനൊരു കറക്റ്റ് പാകമുണ്ട്. ഒത്തിരി മണിക്കൂർ, കുറേ മണിക്കൂർ കിടന്നിങ്ങനെ ഇതിൻ്റെ സത്ത് മുഴുവനും ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങണം. എന്നാലും നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുള്ളൂ. ഇത് ആദ്യത്തേനേക്കാളൊക്കെ കളറ് കൂടിയില്ലേ നമ്മുടെ ഓയിലിന്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണിച്ച് ഒരു മസാജിങ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടില്ല. നമ്മൾ എത്രയോ അതിനു വേണ്ടി കഷ്ടപ്പെടണം, അതനുസരിച്ചുള്ള എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ഇടയിലെ പഫിനെസ് മാറാനൊക്കെ ഇതുകൊണ്ട് മസാജ് ചെയ്ത് നല്ലതാണ് കേട്ടോ. പിന്നെ അത് മാത്രം പോരാ, നല്ലതുപോലെ ഉറങ്ങണം, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ ഈ ഒരു ഓയിൽ വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യണം. എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് എന്തായാലും നമ്മുടെ സ്കിന്നിന് കിട്ടും. അതുപോലെ കൈകൾക്കും ഒക്കെ ചുളിവ് വീഴാതിരിക്കാനൊക്കെ ഈ ഒരു ഓയിൽ കൊണ്ട് മസാജ് ചെയ്താൽ മതി. നമ്മുടെ റോസാപ്പൂവിൻ്റെയൊക്കെ കളർ ഇതേ മാറി വന്നിട്ടുള്ളൂ. ഇനിയും ഒത്തിരി സമയം ഇനി നമുക്കിനി ഇത് വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് തിളക്കാനുണ്ട്. അത് കംപ്ലീറ്റ് കളറൊക്കെ മാറി കിട്ടണം. നമ്മളിട്ട ആ പൊടികളാണിത് ഈ കിടക്കുന്നതൊക്കെ. നമ്മൾ നേരിട്ട് അത് വെള്ളത്തിൽ കലക്കാതെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ, അത് അപ്പം തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗുണവും കിട്ടൂല. ഇനി ഇത് സാവധാനം ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഒത്തിരി സമയം വേണം, പെട്ടെന്നൊന്നും ഇത് ഇപ്പോഴൊന്നും ഇതാവില്ല. ഇതിപ്പോൾ ആ പൊട്ടിത്തിറക്കിലൊക്കെ ഒരുവിധം ഒന്ന് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ആയിട്ടില്ല, കുറച്ച് സമയം കൂടി ഇത് നല്ല രീതിയിൽ മാറണ വരെ. ഇത് നമ്മൾ ഒത്തിരി തീ അങ്ങോട്ട് കൂട്ടിയിട്ടിറങ്ങി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അങ്ങോട്ട് വറ്റി പോവാറുണ്ട്. ഇത് സിമ്മിൽ ഇട്ടിട്ട് തന്നെയാണ്. ഒത്തിരി നേരം ആയിട്ടിപ്പോൾ ഇത് വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചില്ലെന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഓയിൽ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈറ്റനിങ് ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വേണ്ടവർ എത്രയും വേഗം എനിക്ക് ഓർഡർ തന്നു കേട്ടോ. വളരെ കുറച്ചുള്ളൂ, കണ്ടില്ലേ? ഇത്രയും ആയുർവേദ മരുന്നുകളുടെ എല്ലാ ആയുർവേദ മരുന്നുകളുടെ സത്തുകൾ ഇറങ്ങിയിട്ടുള്ളൊരു വെളിച്ചെണ്ണയാണ്. നമ്മുടെ സ്കിന്നിന് അത്രയധികം എഫക്റ്റീവായിരിക്കും കേട്ടോ ഈ ഒരു ഓയിൽ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഒരു 2 വയസ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കളർ വേണമെന്ന് ആഗ്രഹിക്കണവർ, അതുപോലെ കൈകാലുകളുടെ ചുളിവുകളൊക്കെ മാറണമെങ്കിലും എല്ലാത്തിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ ഫേസ് മസാജിങ് ഓയിൽ, അതായത് ബ്രൈറ്റനിങ് ഓയിൽ വേണ്ടവർ എത്രയും വേഗം എന്നെ ഒന്ന് വിളിച്ചോട്ടോ, ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.